എന്നിൽ കിട്ടുന്ന ഒരു ഇൻറ്റ്യൂഷൻ വെച്ചിട്ടൊരു സ്പിരിച്വൽ തലത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് നെഗറ്റീവ് എനർജി ഉള്ള ഒരു ലേഡിയാണ്. മാനസികമായിട്ട് അവരൊരിക്കലും സ്റ്റേബിൾ അല്ലാത്തൊരു വ്യക്തിയായിരിക്കും. അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ കഴിയുമോ? പുരുഷന്മാർ അത്ര നല്ലതാണോ? അതായത് സ്ത്രീകൾ സുരക്ഷിതരാണോ പൊതുമധ്യത്തിൽ? ഇതിൽ മനസാക്ഷി മരവിക്കാത്ത എല്ലാവർക്കും ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഇതിൽ തെറ്റുകാരി ആ സ്ത്രീ തന്നെ. സ്വാമി ഇപ്പോൾ പറയുമ്പോഴും ഒരു പുരുഷപക്ഷ നിലപാടാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഇരുമ്പിനെ ഇരുമ്പ് കൊണ്ടേ മുറിക്കാൻ പറ്റുള്ളൂ, ക്രൂരനെ ക്രൂരത കൊണ്ടേ നേരിടാൻ പറ്റുള്ളൂ. പറഞ്ഞു പോരുത്. നമസ്കാരം. രാഷ്ട്രീയ ആത്മീയ കേരളത്തിന് യാതൊരുവിധ പരിചയപ്പെടുത്തലുകളും ആവശ്യമില്ലാത്ത ഹിമവൽ ഭദ്രാനന്ദ സ്വാമിയാണ് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത്. നമസ്കാരം സ്വാമി. സ്വാമി, ഇന്ന് പ്രധാനമായും സ്വാമിയെ കാണണമെന്ന് കരുതിയിരുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി കേരളത്തിലും കർണാടകയിലും ഉൾപ്പെടെ അങ്ങ് ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ദീപക് എന്ന് പറയുന്ന ഒരു 42 വയസ്സുകാരൻ ബസ്സിൽ വെച്ച് സ്ത്രീ അപമര്യാദയായി ശരീരത്തിൽ സ്പർശിച്ചുവെന്ന് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും അതിൻ്റെ നാണക്കേടിനാൽ സമൂഹത്തെ ഫേസ് ചെയ്യാത്തതിനാൽ അദ്ദേഹം ജീവനൊടുക്കി. ഇതിൽ സ്വാമിയുടെ വീക്ഷണം എന്താണ്? അതായത് കൃത്യമായി അതിൽ ആരാണ് തെറ്റുകാരൻ? ഇതിൽ മനസാക്ഷി മരവിക്കാത്ത എല്ലാവർക്കും ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഇതിൽ തെറ്റുകാരി ആ സ്ത്രീ തന്നെയാണ്. ഇപ്പം സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയിൽ ഒരുപാട് നിയമവ്യവസ്ഥകളുണ്ട്, നിയമപാലകർ അതിനുവേണ്ടി മെനക്കെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചില സ്ത്രീകൾ ഇതിനെ ദുരുപയോഗപ്പെടുത്തുന്നവരുമുണ്ട്. അതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷനായിട്ടാണ് ഈ സ്ത്രീയെ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് തകർന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേദന, നമ്മൾ ചെയ്യാത്തൊരു കുറ്റം നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിച്ചാൽ ആ പാവത്തിന് അത്രയും മാത്രം ഒരു ത്രാണി ഉണ്ടായിരുന്നിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഈ സമൂഹം എന്ന് പറയുന്നത്, ഒരു ബസ്സിൽ കയറി ഒരു പെണ്ണിൻ്റെ മാറിൽ തൊട്ട് കഴിഞ്ഞാൽ അറിയാതെ തൊട്ടായിക്കോട്ടെ അറിഞ്ഞു തൊട്ടായിക്കോട്ടെ, ആദ്യം അടിക്കാൻ നിൽക്കുന്നത് 1000 പെണ്ണിൻ്റെ മാറി പിടിച്ചവനായിരിക്കുള്ളൂ. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു ചീഞ്ഞൊരവസ്ഥ. അതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൻ്റെ വേട്ടയാടൽ താങ്ങാൻ പറ്റാതെ ആ മനുഷ്യൻ പോയി. പക്ഷേ ഇതിൽ ആ പെണ്ണെന്ന് പറയുന്ന ആ സ്ത്രീ ആരോ ആയിക്കോട്ടെ, അവർക്ക് നിയമം, ഷിംജിത എന്ന് പറയുന്ന സ്ത്രീയാണ്, അവരിപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ജീവിതത്തിൽ ഇനി ഒരു സമാധാനവും, അവർ ഒന്നാമത് അവരുടെ എനർജി മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അവരെ പറ്റി എന്നിൽ കിട്ടുന്ന ഒരു ഇൻറ്റ്യൂഷൻ വെച്ചിട്ടൊരു സ്പിരിച്വൽ തലത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് നെഗറ്റീവ് എനർജി ഉള്ള ഒരു ലേഡിയാണ്. മാനസികമായിട്ട് അവരൊരിക്കലും സ്റ്റേബിൾ അല്ലാത്തൊരു വ്യക്തിയായിരിക്കണം. അപ്പോൾ ഇവരെ പോലുള്ള മാനസികമായിട്ട് ഒരു സ്റ്റേബിൾ അല്ലാത്ത ആൾക്കാർ സമൂഹത്തിൽ ഒരു ത്രെട്ട് തന്നെയാണ്. അപ്പോൾ ഇതിനെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അത് നിയമപരമായിട്ടും അല്ലാത്ത ചികിത്സയും അവർക്ക് ആവശ്യമാണ്. ഇവരൊരിക്കലും ഇങ്ങനത്തെ ആൾക്കാരെ വെറുതെ വിടരുത്. എത്ര പുരുഷന്മാരുടെ ജീവിതമാണ് സ്ത്രീകൾ ഇപ്പോൾ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ ഇത് ചെയ്യുന്നത്. അവർക്ക് കിട്ടിയിരിക്കുന്ന വലിയ സംരക്ഷണ വലയം ഇവർ നശിപ്പിക്കുന്ന വിധത്തിൽ. അപ്പോൾ ഇതിനെ പോലീസ് ആയിക്കോട്ടെ, മറ്റ് ജുഡീഷ്യറി ആയിക്കോട്ടെ, ഇതിനെ കൃത്യമായിട്ട് ഇവരെ മനസ്സിലാക്കി ഇനി ഇത് കണ്ട് വേറൊരാൾ റിപ്പീറ്റ് ചെയ്യാത്ത വിധത്തിലുള്ള ശിക്ഷയാണ് കൊടുക്കേണ്ടത്. അത് കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പം സ്വാമി ഇപ്പോൾ പറയുമ്പോഴും ഒരു പുരുഷപക്ഷ നിലപാടാണ് ഉയർത്തിപ്പിടിക്കുന്നത്. പക്ഷേ സ്വാമിയുടെ പ്രവർത്തനങ്ങളെല്ലാം ഈ കർണാടക കേന്ദ്രീകരിച്ചൊക്കെ അവിടുത്തെ പെൺകുട്ടികൾക്ക് ഉൾപ്പെടെ പഠിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അവിടുത്തെ കോക്കസ് ഗ്രൂപ്പുകളെയൊക്കെ തുരത്തുന്നതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം വായിച്ചും അതേപോലെ നേരിട്ട് അന്വേഷിച്ചറിഞ്ഞൊരു കാര്യമാണ്. ഇത്തരത്തിൽ പറയുമ്പോഴും സ്ത്രീകൾ അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ കഴിയുമോ? പുരുഷന്മാർ അത്ര നല്ലതാണോ? അതായത് സ്ത്രീകൾ സുരക്ഷിതരാണോ പൊതുമധ്യത്തിൽ? പുരുഷപക്ഷത്ത് നിന്ന് സംസാരിക്കുന്നതല്ല ഇത്. പുരുഷന്മാരും സ്ത്രീകളും രണ്ടും ദൈവത്തിൻ്റെ സൃഷ്ടികൾ തന്നെയാണല്ലോ. പക്ഷേ എല്ലാവരും ഒരേപോലെയാണോ? ഇപ്പം ഒരു പുരുഷൻ ഒരു തെറ്റ് കാണിച്ചു എന്ന് പറഞ്ഞ് എല്ലാ പുരുഷന്മാരെ ആ കണ്ണി കാണുന്ന ചില ഫെമിനിസ്റ്റുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ചില സ്ത്രീകളുണ്ട് പുരുഷന്മാരെ ഭയങ്കരമായിട്ട് ടോർച്ചർ. ഇത്ര പുരുഷന്മാർ പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെന്നറിയോ? ഇത്ര പുരുഷന്മാർ ജീവിതത്തിൽ നരകയാതന അനുഭവിക്കുന്നവരുണ്ട്. പലതും അവർ വെളിയിൽ പറയുന്നില്ല. അതുപോലെ തന്നെ എത്രയോ സ്ത്രീകൾ പുരുഷന്മാരാൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരും വെളിയിൽ പറയാതെ പോകുന്നു, അവരുടെ മാന്യത ഓർത്ത്, അവരുടെ കുടുംബം തകരണ്ടെന്ന് ഓർത്ത്. അപ്പോൾ ഇതെല്ലാം സമൂഹത്തിൽ ഉള്ളതാണ്. ഇതൊക്കെ ഓരോ സ്പിരിച്വൽ ഇററിൻ്റെയും അവരുടെ ഓറയുടെ പ്രോബ്ലംസും കൊണ്ടൊക്കെ ലൈഫിലുണ്ടാവുന്ന കാര്യമാണ്. ഇവിടെ പുരുഷനും സുരക്ഷിതരല്ല, സ്ത്രീയും സുരക്ഷിതരുമല്ല. അതിന് കാരണം എന്താണ്? ഇവിടുത്തെ ആധ്യാത്മിക അടിത്തറ തകർന്നു പോയതുകൊണ്ടും ഇവർ വളരുന്ന സമൂഹവും സാഹചര്യങ്ങളും അങ്ങനെ ആയതുകൊണ്ടും ഇവരുടെയൊക്കെ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്.
എന്നെ സംബന്ധിച്ചിടത്തോളം പുരുഷനും സ്ത്രീയും എന്ന് പറഞ്ഞാൽ എനിക്ക് ഈക്വലായിട്ട് ഞാനതിനെ കാണുന്നുള്ളൂ. രണ്ടും യിങ് യാങ്, മെയിൽ എനർജി, ഫീമെയിൽ എനർജി. അതിലപ്പുറം എനിക്കതിൽ വേറെ രണ്ട് എനർജി സോഴ്സായിട്ടേ ഞാനിൽ കാണുള്ളൂ. അതുകൊണ്ട് എനിക്കങ്ങനെ പക്ഷഭേദമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഇവിടെ സ്ത്രീകൾ എത്രയും അവർക്ക് കിട്ടിയ അവരുടെ അത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരിതാണ് ഇന്ത്യ ഗവൺമെൻറ് അവർക്ക്. ഭാരതീയ നിയമസംഹിതയൊക്കെ വായിക്കുമ്പോൾ അറിയാൻ പറ്റും എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ഇന്ത്യൻ നിയമം സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. പക്ഷെ അതിനെ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതിനെ ആരെ സൂചിപ്പിക്കേണ്ട ആവശ്യം. ഈ സ്ത്രീകൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എല്ലാ സ്ത്രീകളും അല്ല, മാന്യമായിട്ടുള്ള സ്ത്രീകൾ അങ്ങനെ ചെയ്യില്ല. ഇപ്പോൾ ഒരു സ്ത്രീക്ക് നേരെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊരു രീതിയുണ്ട്. ഇപ്പോൾ സമൂഹത്തിൽ തന്നെ ഇപ്പോൾ ഒരു യഥാർത്ഥ വ്യക്തിയും പുറത്ത് വന്നിട്ട് പറയണേ എനിക്കിങ്ങനെ ഒരു പ്രശ്നം വന്നു എന്നുള്ളത് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ ചില വ്യാജ പരാതികളുമായി നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീകൾ അതിൻ്റെ മഹത്വം നശിപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്കുള്ള സോഴ്സ് നശിപ്പിച്ചിരിക്കുകയാണ്. പല സ്ത്രീകളും പല പ്രശ്നങ്ങളായി അനുഭവിക്കുന്നുണ്ട്. അവർക്ക് പുറത്തുനിന്ന് പറയാൻ പോലും ഈ പറയുന്ന വ്യാജ പരാതിക്കാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക. പിന്നെ ഒരാൾ നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവന് തിരിച്ച് പണി കൊടുക്കണം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ടുള്ള പരാതികൾ പല കേസുകളും അവർക്ക് പോലീസ് സ്റ്റേഷനിൽ പറയാൻ പറ്റാത്ത കേസുകളുണ്ട്. അതെ അതെ. ആ കേസുകളിൽ അവർക്ക് വേറെ അവർ കേസായിട്ടല്ല അവർ മുന്നോട്ട് പോകുന്നത്. അവരനുഭവിച്ച വേദന, അതേ വേദന അവർക്ക് തിരിച്ചു കിട്ടണമെന്നുള്ളത് അവരുടെ വികാരമാണത്. അത് വേറൊരു സംഭവമാണ്. ഇപ്പം നിയമത്തിൽ ഇപ്പോൾ പല കേസുകൾ എടുത്തു കഴിഞ്ഞാൽ തെളിവിനെ അടിസ്ഥാനപ്പെടുത്തിയ നിയമത്തിന് ശിക്ഷ വിധിക്കാൻ പറ്റുള്ളൂ. തെളിവ് ചിലപ്പം അനുകൂലമല്ലെങ്കിലോ, ആ കുട്ടി യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലോ വേദനിച്ചിട്ടുണ്ടെങ്കിലോ എങ്ങനെ അതിന് നീതി കിട്ടും? അപ്പം അതിനൊരു പാരൽ സംവിധാനം വേണ്ടേ? അത് നിയമം കയ്യിലെടുക്കുകയല്ലേ? നിയമം കയ്യിലും കാലിലും ഒന്നും എടുക്കുന്നതല്ല. നിയമത്തെ ബഹുമാനിക്കാതെ നിയമത്തെ കൊഞ്ഞനം കുത്തി കാണിച്ചുകൊണ്ട് നിയമവിരുദ്ധമായിട്ട് പല പഴുതുകളിലൂടെ പുറത്തു ചാടിയാൽ വേറൊരു ശക്തി അവിടെ ഉണ്ടാവണം. അത് ഹിംസയല്ലേ? ഹിംസയല്ല, ഹിംസ കൊല്ലുകയാണല്ലോ. എല്ലാം കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. ഇരുമ്പിനെ ഇരുമ്പ് കൊണ്ടേ മുറിക്കാൻ പറ്റുള്ളൂ, ക്രൂരനെ ക്രൂരത കൊണ്ടേ നേരിടാൻ പറ്റുള്ളൂ. മറന്നു പോകരുത്.